കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നാണ് വാർത്ത വരുന്നത്. എലോക്കരയിൽ മാലിന്യ സംസ്കരണ ഫാക്ടറിക്ക് തീപിടിച്ചു. പ്ലാന്റും കെട്ടിടവും പൂർണ്ണമായും കത്തിനശിച്ചു. ആശ്വസിക്കാവുന്ന കാര്യം ആളപായമില്ല എന്നതാണ്. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകാനായി അവിടെ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ഫൈസൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോഴും അത്ര ശുഭകരമായ വാർത്തയല്ല നമുക്ക് നൽകാനുള്ളത്. ഇത് എങ്ങനെയാണ് തീപിടിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ? നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. വലിയൊരു തീപിടുത്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പൂർണ്ണമായും സ്ഥിതിഗതികൾ കയ്യിലാണല്ലോ, അല്ലേ? അമൃത, സൈഫുദ്ദീൻ, ഗുഡ് മോർണിംഗ്. ഏതായാലും തീപിടുത്തം വലിയ രീതിയിൽ തന്നെ നാശനഷ്ടം ഉണ്ടാക്കിയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ ഗോഡൌണിലാണ് ഒരു പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രമാണിത്. എവിടെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ പുലർച്ചെ 3:30 മുതലാണ് തീപിടുത്തം ഉണ്ടായത്. ഇപ്പോഴും പുക ശക്തമായി ഉയരുന്ന പുക നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാൻ സാധിക്കും. ഇപ്പോഴും തീ അകത്ത് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഫയർഫോഴ്സ് എത്തി തീയണക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുക്കത്ത് നിന്നും അതുപോലെ വെള്ളിമാട് നിന്നുമുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് 6 യൂണിറ്റോളം ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീയണക്കാനുള്ള ശ്രമം നടക്കുന്നത്. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോഴും അകത്ത് വലിയ രീതിയിലുള്ള തീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നാട്ടുകാരിപ്പോ നമ്മുടെ കൂടെ ഉണ്ട്. എന്താണ് സംഭവിച്ചത്? ഇന്നലെ രാത്രി സംഭവിച്ചാണ്. 3 മണിക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ഫയർഫോഴ്സിന് അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ന്യൂ ഇയർ ആഘോഷിച്ചതാണെന്നുള്ള ചെറിയൊരു സംശയം ഇങ്ങനെ പറയുന്നുണ്ട്. അല്ലാണ്ട് എന്താ വെച്ചാൽ കറക്റ്റ് നമുക്കും അറിയുന്നപ്പോ വെഹിക്കിള് മാലിന്യം ഇതാക്കുന്നതാണ്. അതിനിപ്പോ മൊത്തം തീ പിടിച്ചോണ്ടിരിക്കുക. 2 വണ്ടിയും അതിൽ കത്തിപ്പോയിട്ടുണ്ടെന്നാണ് കേട്ടോ. ഇത് വർഷങ്ങളായിട്ടുള്ളതാണ്. കുറെ വർഷങ്ങളായി. ഞാനിതിന്റെ നേരെ വേക്കിൽ തന്നെ താമസിച്ചിരുന്നത്. കുറെ മുന്നേ ഉള്ളതാണ്. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. 3 മണിയോടെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടോ. എന്താണ് കാരണം എന്തെങ്കിലും അറിയോ? കാരണം പടക്കം പൊട്ടിച്ചതാണെന്നൊക്കെ പറയുന്നത് കേട്ടിക്കണ്. എന്താണെന്നറിയില്ല, കറക്റ്റ് അറിയില്ല. അത് തന്നെയാണ്. ഏതായാലും പ്രാഥമികമായ വിവരം എന്ന് പറയുന്നത് ചെറിയ ഷോർട്ട് സർക്യൂട്ട് ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്ന് ആർക്കും ഒരു പിടുത്തം ഇല്ല എന്താണ് സംഭവിച്ചതെന്നുള്ള സംബന്ധിച്ച്. കാരണം ഇപ്പോഴും തീ വലിയ രീതിയിൽ തന്നെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പടക്കം പൊട്ടിച്ചാണ് ന്യൂ ഇയർ ആഘോഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നുണ്ട് എങ്കിലും എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ട് ആർക്കും ഒന്നും ഒരു വ്യക്തമായി പറയാൻ സാധിക്കുന്നില്ല. ഉള്ളിൽ ഇപ്പോഴും തീ വലിയ രീതിയിൽ ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. JCB ഉപയോഗിച്ച് അവശിഷ്ടങ്ങളൊക്കെ മാറ്റി, അണച്ച ഭാഗത്തെ അവശിഷ്ടങ്ങളൊക്കെ മാറ്റി JCB വെച്ച് മാറ്റിക്കൊണ്ട് അതിലേക്ക് തീ വെള്ളമൊഴിച്ച് തീ കെടുത്താനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിൽ പുക ഉയരുന്നുണ്ട്. ഇതാണ് പ്ലാന്റ്. ഇതിന്റെ ബാക്ക് ഭാഗത്താണ് ഇതിന്റെ പ്ലാന്റും കാര്യങ്ങളൊക്കെ, ഓഫീസ് കെട്ടിടം ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത്. അതുൾപ്പെടെ കത്തി നശിച്ചിട്ടുണ്ട്. നമുക്ക് കാണാം കെട്ടിടം മുഴുവനായും കത്തി നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും ഫയർഫോഴ്സ് എത്തി തീയണക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ആ ഒരു പ്ലാന്റ് പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. ഓഫീസ് ഉൾപ്പെടെയുള്ള പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പടക്കത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും പടക്കം പൊട്ടിച്ചതാണോ എന്നുള്ളൊരു സംശയം ബലപ്പെടുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. കാരണം ഇതിന്റെ സമീപത്തൊക്കെയും പടക്കത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും അതിന്റെ ആ ഒരു സംശയം ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഷോർട്ട് സർക്യൂട്ടുള്ള പകരം ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി തീപിടിച്ചതാണോ എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നാട്ടുകാരും ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ഇത് രാത്രി പടകം പൊട്ടിച്ചാണ് പിള്ളേരെല്ലാവരും കൂടിയിട്ട്. ഇപ്പൊ ഇവിടെ ഭായിമാരുണ്ട്. ഭായിമാരോട് ചോദിച്ചാൽ അവർ കറക്റ്റ് പറഞ്ഞുതരും. അന്നാർ ഇവിടുത്തെ ഈ ജീവനക്കാരോ അതല്ല പടക്കം പൊട്ടിച്ചത് ഇവിടുത്തെ ജീവനക്കാരാണ്, സ്റ്റാഫാണോ അതോ പുറത്തുള്ള? ഇത് പാർക്കിംഗ് ഉള്ള സ്ഥലമല്ലേ. അപ്പൊ ഇവിടെ ഇങ്ങനെ രാത്രി ഒത്തിരി വണ്ടിക്കാരുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചാന്ന് പറയുന്ന അവന്മാര്. അപ്പൊ അവന്മാർക്ക് ഉറങ്ങാൻ പറ്റില്ല. രാത്രി ഇങ്ങനെ ബോംബ് പൊട്ടുപോലെ ഇങ്ങനെ വലിയ പൊട്ടി. അപ്പൊ 2-3 പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് വന്ന് കിടന്നുറങ്ങിയാന്ന് പറയുന്നത്. ഇതാള് വരുന്നുണ്ട്, അവരോട് കറക്റ്റ് അവർ പറഞ്ഞുതരും. അത് തന്നെയാണ്. ഏതായാലും പടക്കം പൊട്ടിച്ചതാണ് എന്നുള്ള സംശയം നാട്ടുകാർ അത് തന്നെ കമ്പിത്തിരി പോലുള്ള പടക്കങ്ങൾ പൊട്ടിച്ചതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് നാട്ടുകാർ സംശയം പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും എന്താണ് കൃത്യമായ കാരണം എന്നുള്ള സംബന്ധിച്ച് വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. വലിയ രീതിയിലുള്ള പുക ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടുത്തെ
ജീവനക്കാർ, അതായത് ഈ കൂടുതലായും ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ ജോലി എടുക്കുന്നത്. അവരൊക്കെ തന്നെയും ഇവിടെ ഈ ഭാഗത്ത് താമസിക്കും. ഇതിന് തൊട്ടിപ്പുറത്ത് ബിൽഡിംഗിൽ തന്നെയാണ് അവരൊക്കെ താമസിക്കുന്നത്. लगभग रात 12 बजने के बाद, हाँ, जो हैप्पी न्यू ईयर का दिन होता है हमारे लिए, नए साल आता है, नए साल मनाने के लिए कुछ लोग इधर आया है। आने के बाद वो पटाखा बम वो फुटाता है। वो फुटाने के बाद लगभग रात 12-1 बजा है। 1 बजने के बाद हम लोग सो गए हैं सब। हम जितना आदमी इधर काम करता है सब सो गया है। सोने के बाद रात 3 बजे कोई आदमी हमको बुला रहा है, भैया उठो उठो, इधर आग लगा है। अरे उठ के देखा है आग लगा है। उसके बाद हमको मैनेजर को फ़ोन किया है, मालिक को फ़ोन किया है। उसके मालिक आने के बाद तो पानी गिरा है, पुलिस प्रशासन आया है। आने के बाद आग निभाने का कोशिश कर रहा है। बहुत अच्छा से किया है वो लोग, बहुत अच्छा से आदमी लोग आया है, प्रशासन आया है, बहुत अच्छा से लोग ओके.